ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമവചന ധ്യാനം ക്ലാസ് 62. സ്ലീഹന്മാരെ നടപടി പുസ്തകം 4-ാമത്തെ അധ്യായം 23-24 വാക്യങ്ങൾ. മോചിതരായ അവർ സ്വന്തം കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഒരു മനസ്സോടെ ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷിച്ചു. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥ. ഇത്രയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടത് പത്രോസിനെയും യോഹന്നാനെയും യഹൂദരുടെ ന്യായാധിപ സംഘം സുപ്രീം കോടതി ഭീഷണിപ്പെടുത്തി, പിന്നെ താക്കീതൊക്കെ നൽകി, പിന്നെ അയച്ചു, മിണ്ടരുന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അവർ മോചിതരായ പത്രോസും യോഹന്നാനും സ്വന്തം കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് പ്രാർത്ഥിച്ചു. സ്ലീഹന്മാർ പ്രാർത്ഥിച്ചു. ഈ ആദിമസഭ പ്രാർത്ഥിച്ചു. ഇതാണ് ഇന്നത്തെ ഭാഗം. തങ്ങൾക്ക് പരിചിതമായ ഒരു സങ്കീർത്തനം ഉപയോഗിച്ചിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ആകാശവും ഭൂമിയും സമുദ്രവും അവൽ സകലവും ഉണ്ടാക്കിയ നാഥ. അവർക്ക് പരിചിതമായ ഒരു സങ്കീർത്തനം. അതിനാൽ ഒരാൾ നേതൃത്വം കൊടുക്കുകയും മറ്റുള്ളവർ അതിന് പ്രതിസ്പന്ദം കൊടുക്കുകയും ചെയ്യുന്നു. ഈ ഒരു കൂട്ടപ്രാർത്ഥന നടത്തുകയല്ല. ലിറ്റർജി എന്ന് പറഞ്ഞാൽ കൂട്ടപ്രാർത്ഥനയല്ല. കൂട്ടപ്രാർത്ഥന നമ്മൾ നടത്തുന്നത് ഒരു കരിസ്മാറ്റിക് കമ്മ്യൂണിറ്റിയിലൊക്കെ നടത്തും. അത് നല്ലതാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ ലിറ്റർജി എന്ന് പറഞ്ഞാൽ ഒരാൾ നേതൃത്വം കൊടുക്കുകയും മറ്റുള്ളവർ അതിന് പ്രതിസ്പന്ദം കൊടുക്കുകയും ചെയ്യാം. ആ രീതിയിലാണ് ഇവർ പ്രാർത്ഥിച്ചത്. മിക്കവാറും ഈ പ്രാർത്ഥനയ്ക്ക് പത്രോസ് തന്നെ നേതൃത്വം കൊടുത്തിരിക്കാനാണ് സാധ്യത. കാരണം പത്രോസാണ് സഭയുടെ തലവൻ. പത്രോസാണ് വന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോൾ സഭ പറഞ്ഞ് നമുക്ക് എല്ലാവരും കൂടി പ്രാർത്ഥിക്കാം. അപ്പോൾ പത്രോസിന്റെ നേതൃത്വത്തിൽ ഒരു ലിറ്റർജിക്കൽ പ്രയർ നടത്തുകയാണ്. എന്താണ് ഈ സ്വന്തം കൂട്ടാളികളുടെ അടുക്കൽ അവർ ചെന്നെന്ന് പറയുന്ന അർത്ഥം? സ്വന്തം കൂട്ടാളികൾ. പത്രോസും യോഹന്നാനും ചെന്നത് എവിടേക്കാണ്? സ്വന്തം കൂട്ടാളികളുടെ അടുത്തേക്ക്. ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക് ഹിഡിയോയ് എന്നാണ്. ഹിഡിയോയ് സ്വന്തക്കാർ എന്ന അർത്ഥമുണ്ട്. അതിന് സ്വന്തം ആളുകൾ എന്ന് അർത്ഥമുണ്ട്. മർക്കോസ് 3:21 യോഹന്നാൻ 1:11 ആ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വന്തം സ്നേഹിതന്മാർ എന്ന അർത്ഥമുണ്ട്. സ്വന്തം സമൂഹം എന്ന അർത്ഥമുണ്ട്. അങ്ങനെയൊക്കെ തർജ്ജമ ചെയ്യാം. യേശു നിയമിച്ച ഇടയനായ, സാക്ഷാൽ ഇടയനായ യേശു നിയമിച്ച മുഖ്യ ഇടയനായ പത്രോസ് ലീഹായുടെ നേതൃത്വത്തിൽ സമ്മേളിച്ച സഭാ സമൂഹത്തെയാണ് കൂട്ടാളികൾ, സ്വന്തം കൂട്ടാളികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം കൂട്ടാളികൾ. സാക്ഷാൽ ഇടയനായ യേശുക്രിസ്തു സഭയെ നയിക്കാൻ വേണ്ടി നിയമിച്ച മുഖ്യ ഇടയനായ പത്രോസ് ലീഹ ആ സ്ലീഹയുടെ നേതൃത്വത്തിൽ സമ്മേളിച്ച സഭാ സമൂഹത്തെയാണ് സ്വന്തം കൂട്ടാളികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 21:15-17 കാണാം. സാക്ഷാൽ ഇടയനായ യേശു സഭയുടെ തലവനായിട്ട് പത്രോസിനെ നിയമിക്കുന്നത്. ഈ തിരുവചനങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ നിന്ന് മറ്റുള്ളവരൊക്കെ പിരിഞ്ഞു പോയിരിക്കുന്നത്. എന്ത് ന്യായത്തിന്റെ പേരിലാണെങ്കിലും ആ പിരിഞ്ഞു പോയത് തെറ്റാണ്. സഭയിൽ തിന്മയുണ്ട്, അതൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ല. ചിലപ്പോൾ അധികാര പ്രമത്തതയുണ്ട്, ചിലർ തെറ്റായിട്ട് പെരുമാറിയിട്ടുണ്ട്, അധികാരികൾ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. ഇതൊന്നും തന്നെ സഭയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ, യേശു സ്ഥാപിച്ച സഭയിൽ പിരിഞ്ഞു പോകാൻ മതിയായ കാരണങ്ങളല്ല. യേശുക്രിസ്തു സ്ഥാപിച്ച സഭയ്ക്ക് പകരം 16-ാം നൂറ്റാണ്ടിൽ ജർമ്മൻകാരനായ മാർട്ടിൻ ലൂതർ സ്ഥാപിച്ച ഒരു സഭയിലേക്ക് പോവുക. പിന്നെ അമേരിക്കയിൽ പൊട്ടിമുളച്ച പെന്തക്കോസ്ത് സഭകളിലേക്ക് പോവുക. അമേരിക്കയിൽ പൊട്ടിമുളച്ച ഒരു യഹോവ സാക്ഷികളുടെ ഗ്രൂപ്പിലേക്ക് പോവുക. ഇതൊന്നും തന്നെ കർത്താവ് സ്ഥാപിച്ച സഭയല്ല. കർത്താവ് സ്ഥാപിച്ച സഭയായിട്ട് നിൽക്കുന്നത് കത്തോലിക്ക തിരുസഭയാണ്, സൈഹിക സഭയാണ്. അതിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള എന്ത് ന്യായം പറഞ്ഞാലും അന്ന് പിരിഞ്ഞു പോകാൻ പാടില്ല. തിരുത്തൽ നടത്തുന്നത് ഉള്ളിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് സ്വന്തം കൂട്ടാളികൾ എന്ന് പറയുന്നത് ഈശോമിശിഹ നിയമിച്ച, സാക്ഷാൽ ഇടയനായ ഈശോമിശിഹ നിയമിച്ച മുഖ്യ ഇടയനായ പത്രോസിന്റെ നേതൃത്വത്തിലുള്ള സഭാ സമൂഹമാണ്. സ്ലീഹന്മാരും അൽമായരും അവർ ഒരേ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ്. ഇവിടെ അങ്ങനെ കാണുന്നത് ഇല്ലേ? സ്വന്തം കൂട്ടാളികൾ, സ്വന്തക്കാർ, സ്വന്തം ആളുകൾ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്ലീഹന്മാരും അൽമാരും സ്വന്തക്കാരാണ്, സ്വന്തം ആളുകളാണ്. രണ്ട് വകുപ്പല്ല, രണ്ട് കൂട്ടരല്ല. നമ്മുടെ മെത്രാന്മാര് പലർക്കും നമ്മൾ വിചാരിക്കുന്ന സ്റ്റാൻഡേർഡ് ഇല്ല. പക്ഷെ എന്ന് വിചാരിച്ചാൽ അവർ ശത്രുക്കളൊന്നുമല്ല, സ്വന്തം ആളുകളാണ്, സ്വന്തം സമൂഹമാണ്. അവർ ശത്രുക്കളെന്ന് കരുതി അവരുടെ പെരുമാറാൻ പാടില്ല. നമ്മളവരെ വിമർശിക്കുമ്പോഴും നമ്മൾ അകത്ത് നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്, ശത്രുക്കളായിട്ടല്ല. അപ്പനും മക്കളും പോലെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ പിതാക്കന്മാരെന്ന് വിളിക്കുന്നത് പോലും ആത്മീയ പിതാക്കന്മാരുടെ അർത്ഥത്തിലാണ്. അവർ നമ്മളെ മക്കളായിട്ട് കാണണം, നാം അവരെ പിതാക്കന്മാരായിട്ട് കാണണം, അപ്പനും മക്കളും പോലെ. ഇത് രക്തബന്ധത്തെ അതിശയിക്കുന്ന വിശ്വാസ ബന്ധമാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്.
ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരന്മാർ, ആരാണ് സഹോദരിമാര്? സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം നിറവേറ്റുന്നവരാണ്. അതിന് യുഗാന്ത കുടുംബമെന്ന് ദൈവശാസ്ത്രന്മാർ വിളിക്കും, വിശ്വാസ കുടുംബമെന്ന് നമ്മൾ വിളിക്കും. രക്തബന്ധത്തെ അതിശയിക്കുന്നതാണ് ഈ ബന്ധം. അങ്ങനെ ഒരു രക്തബന്ധത്തെ അതിശയിക്കുന്ന ബന്ധമുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പുരോഹിതന്മാർക്കെല്ലാം സ്വീകാര്യതയുള്ളത്. ഇല്ലേ, നമ്മുടെ ഇടവകയിലേക്ക് വന്ന വികാരി അച്ഛൻ വേറെ ഏത് സ്ഥലത്തൊരാളെയാണ്, പക്ഷെ അങ്ങനെ നമ്മുടെ ആത്മീയ പിതാവ് നമ്മൾ സ്വീകരിക്കുന്നു. മെത്രാൻസ് നിയമിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുന്നു. രക്തബന്ധത്തെ അതിശയിക്കുന്ന ഒരു വിശ്വാസ ബന്ധത്തിന്റെ കൂട്ടായ്മയാണത്. ഈ വികാരി അച്ഛനോ മെത്രാനോ പോലീസോ പട്ടാളോ ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ അനുസരിക്കുന്നതിന് കാരണം എന്താണ്? അത് രക്തബന്ധത്തെ അതിശയിക്കുന്ന വിശ്വാസ ബന്ധമായതുകൊണ്ടാണ്. ഈ വിശ്വാസ ബന്ധത്തെ മുതലെടുക്കുന്ന വൈദികരുണ്ട്. മാർപ്പാപ്പി അനുസരിക്കാതിരിക്കുക, മെത്രാമാർ അനുസരിക്കാതിരിക്കുക, സഭയുടെ കുർബാന ചൊല്ലാതിരിക്കുക, സഭയുടെ കുർബാന ചൊല്ലിയാലും തോന്നി പോലെ അത് മാറ്റിമറിക്കുക, തോന്നിയതെല്ലാം കൂട്ടിച്ചേർക്കുക. അതൊക്കെ വിശ്വാസ ബന്ധത്തിൽ ആഴമില്ലാത്തത് കൊണ്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ വിശ്വാസ ബന്ധം എന്നെന്ന് തിരിച്ചറിയാതെ ചെയ്യുന്നതുമാണ്. പക്ഷെ എന്നിട്ടും അൽമായര് ഈ വൈദികർ അനുസരിക്കുന്നതിന് കാരണം രക്തബന്ധത്തെ അതിശയിക്കുന്ന ഒരു വിശ്വാസ ബന്ധം ഉള്ളത് കൊണ്ടാണ്. ആ വിശ്വാസ ബന്ധത്തെ മുതലെടുക്കുന്ന വൈദികര് അത് ദൈവം ചോദിക്കട്ടെ അവരോട്. പക്ഷെ അങ്ങനെ ഒരു വിശ്വാസ ബന്ധം, രക്തബന്ധത്തെ അതിശയിക്കുന്ന വിശ്വാസ ബന്ധം ഇല്ലേ? അതാണ് ഈ സ്വന്തം കൂട്ടാളികൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് പരിചയമുള്ള ഒരു സങ്കീർത്തനമാണ് ചൊല്ലിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. 2-ാം സങ്കീർത്തനമാണ്. പൊതുവായി രൂപം കൊണ്ട ക്രിസ്തീയ സമുദായത്തിന്റെ പ്രാർത്ഥനയുടെ കേന്ദ്രത്തിൽ നാം കാണുന്നത് 2-ാം സങ്കീർത്തനമാണ്. ദൈവമായ യാഹ്വയ്ക്കെതിരെയും ഇസ്രായേലിന്റെ അഭിഷക്ത രാജാവിനെതിരെയും വിമത രാജ്യങ്ങളിൽ ഗൂഢാലോചന നടത്തുന്നതിൽ സങ്കീർത്തകൻ ആശ്ചര്യപ്പെടുകയാണ്. കാരണം ദൈവത്തിന്റെ പദ്ധതികൾ അട്ടിമറിക്കാൻ ഭൂമിയിലെ പ്രഭുക്കന്മാർക്ക് കഴിയുമോ? നിങ്ങൾ 2-ാം സങ്കീർത്തനം എടുത്ത് നോക്കിയേ. സങ്കീർത്തകന്റെ ഈ വാക്കുകളെ പ്രവചനമായി കരുതുകയാണ്. യഹൂദ മതമേധാവികളും റോമൻ അധികാരികളും, അതായത് റോമാ സാമ്രാജ്യത്തിന്റെ അധികാരികൾ, പൊന്തിയസ് പീലാത്തോസും കൂട്ടരും അഭിഷിക്ത മിശിഹാ രാജാവായി യേശുവിനെ വധിക്കുന്നതിന് പരസ്പരം സഹകരിച്ചു. അവരെ പ്രമാണികളും ശ്രേഷ്ഠന്മാരും ശാസ്ത്രിമാരും ഇപ്പോൾ യേശുവിന്റെ അപ്പസ്തലന്മാർക്കെതിരും തിരിഞ്ഞിരിക്കുന്നു. 4-ാമത്തെ അധ്യായം 5 നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഈ ദൈവമായ യാഹ്വയ്ക്കെതിരെയും അവന്റെ അഭിഷിക്ത മിശിഹായ്ക്കെതിരെയും വിമത രാജ്യങ്ങള് ഗൂഢാലോചന നടത്തുന്നത്? യഹൂദന്മാരും റോമക്കാരും ഒക്കെ എന്തുകൊണ്ട് മിശിഹായ്ക്കെതിരെ അവര് ഗൂഢാലോചന നടത്തി? സങ്കീർത്തകൻ ആശ്ചര്യപ്പെടുകയാണ്. ഇപ്പൊ സഭയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു, അപ്പോഴും സങ്കീർത്തകൻ ആശ്ചര്യപ്പെടുകയാണ്. ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവര്, പിന്നെ ഹിന്ദു രാഷ്ട്രത്തിനെ വാദിക്കുന്ന കാസക്കാര്, BJP പോയി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികള്, രക്ഷകനായിട്ട് RSSും BJP ആണെന്ന് പറയുന്നു. മറുവശത്തുള്ളത് ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാം ആണെന്ന് കരുതിക്കൊണ്ട് ഒരു തിന്മയ്ക്കെതിരെ മറ്റൊരു തിന്മയാണോ നമ്മുടെ മുമ്പിലുള്ള മാതൃക? അപ്പൊ ദൈവമായ കർത്താവിന് ശക്തിയൊന്നും ഇല്ലേ? തിരുസഭയ്ക്ക് ശക്തിയൊന്നും ഇല്ലേ? ഇത്ര നാളും പിടിച്ചു നിന്നത് ഇങ്ങനെ പൊളിറ്റിക്കൽ സപ്പോർട്ട് കൊണ്ടാണോ? നമ്മൾ ഈ ചില വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഈ തിരുമേനിമാരെ മോദിയെ സൂക്ഷിച്ചോളൂ, തിരുമേനിമാരെ പിണറായിയെ സൂക്ഷിച്ചോളൂ എന്നൊക്കെ പറയുമ്പോൾ എന്ത് ബോധമാണ് അവർക്കുള്ളത്? ഇതിനേക്കാളൊക്കെ എത്രയോ രൂക്ഷമായ മതമർദ്ദനത്തിലൂടെയാണ് സഭ കടന്നുപോയത്, ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവരുണ്ട്. അത് ഇസ്ലാമുണ്ട്, ഹിന്ദുക്കളുണ്ട്, ഒക്കെയുണ്ട്. നമ്മൾ അവരെ വെക്കെട്ട് കയറാൻ പോവാറുണ്ടോ? തിരിച്ചാക്രമിക്കാറുണ്ടോ? എന്തേ? നമുക്കറിയാം അവർ ഏകസത്യ ദൈവമായ കർത്താവിനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്. അവർ അമ്പെ പരാജയപ്പെടും. ആ അമ്പെ പരാജയപ്പെടുമെന്ന കാര്യം വിശദിക്കണമെങ്കിൽ നമ്മളൊരു ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് പോകണം. ദൈവത്തിന്റെ കണ്ണിലേക്ക് ദൈവം കാണുന്നവരെ കാണാൻ പഠിക്കണം. നമ്മൾ കാണുന്നത് ഒരു 30 കൊല്ലം 40 കൊല്ലം. ദൈവം കാണുന്നത് പ്രപഞ്ചത്തിന് ആരംഭം മുതൽ പ്രപഞ്ചത്തിന് അവസാനം വരെയാണ്. അവന് എല്ലാത്തിനും ന്യായമുണ്ട്. അവൻ ചെയ്യുന്നത് എന്തെന്ന് അവന് നല്ല ബോധ്യമുണ്ട്. നമുക്കും ബോധ്യം വേണം. ഈ ബോധ്യമില്ലായ്മയാണ് ഈ മാനുഷികമായ അധികാരികളിലും പണത്തിലും വാളിലും ആശ്രയിക്കാനായിട്ട് നമുക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. ഇല്ലേ, സകലം സൃഷ്ടിച്ച നാഥ എന്നാണ് ഉപയോഗിച്ച വാക്ക്. നാഥ, ഡെസ്പോത്തസ് എന്നാണ് ഗ്രീക്ക്. ഡെസ്പോട്ടിക് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ വരുന്നത് എന്നാണ്. പ്രപഞ്ചത്തിന് മേൽ ദൈവത്തിനുള്ള പരമാധികാരം സൂചിപ്പിക്കുന്ന ഈശ്വര സ്തുതിയാണിത്. ലൂക്കാസ് 2:29 യൂദിത്ത് 9:12 സെപ്തുജിന്ത പതിപ്പില് യോശുവയുടെ പുസ്തകം 5:14 ഈ വാക്ക് കാണാം. ഡെസ്പോത്തസ്, പ്രപഞ്ചത്തിന് മേൽ ദൈവത്തിനാണ് പരമാധികാരം. അടിമയുടെ മേൽ യജമാനനും
യജമാനന് പൂർണ്ണ കർത്തൃത്വമുള്ളതുപോലെ സർവപ്രപഞ്ചത്തിന്റെയും പരമാധികാരിയാണ് ഏകസത്യ ദൈവം. 2 പത്രോസ് 2:1, വെളിപാട് 6:10. സകലതും സൃഷ്ടിച്ചത് അവനാണ്, പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തതും അവൻ തന്നെയാണ്. അതിനാൽ ദൈവമായ കർത്താവിനെ മറികടക്കാനോ തോൽപ്പിക്കാനോ ആർക്കും കഴിയില്ല. പ്രപഞ്ചം മുഴുവൻ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുമ്പോഴും ഇങ്ങനെ വിശ്വസിക്കണമെങ്കിൽ അപാരമായ ദൈവാശ്രയ ബോധം നമുക്ക് വേണം. ഈ ദൈവാശ്രയ ബോധം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ പേടിച്ച് ഇല്ലാണ്ടാകുന്നത്, അല്ലെങ്കിൽ മാനുഷികമായ അധികാരികളിലും മാനുഷികമായ ശക്തികളിലും വാളിലും പണത്തിലൊക്കെ ആശ്രയിക്കുന്നത്. അത് നമുക്കതൊക്കെ വേണം. പണമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. സ്ഥാപനങ്ങളിലൂടെ ഒരുപാട് പേര് ജോലി കൊടുക്കുന്നില്ലേ? ഉണ്ട്. അതൊക്കെ നമുക്ക് വേണം. എങ്കിലും നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികൾക്ക് അപ്പുറത്ത് നമുക്ക് വിജയം കിട്ടുമെന്ന് വിശ്വസിക്കണമെങ്കിൽ ദൈവമാണ് പരമാധികാരി. ഈ ലോകത്തിലെ അധികാരികളൊക്കെ ഒരാളും തന്നെ ശാശ്വതമല്ല. അവരുടെ പദ്ധതികൾ ദൈവത്തിനെതിരെയെങ്കിൽ നടപ്പാകുകയുമില്ലെന്ന് തിരിച്ചറിയാൻ കഴിയണം. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. സകലത്തിന്റെയും നാഥ എന്ന് പറയുമ്പോൾ ആ വാക്കിന് അർത്ഥം അതാണ്. നമ്മൾ കുർബാനയിലും പറയുന്നുണ്ട് സകലത്തിന്റെയും നാഥ, സകലത്തിന്റെയും നാഥ. അത് ഭയങ്കര ഗംഭീരമായൊരു വാക്കാണത്. അതിൻ്റെ ആഴങ്ങളിലേക്ക് കയറാനും അങ്ങനെ വിളിച്ചപേക്ഷിക്കാനും ആ വിശ്വാസത്തിന്റെ ആഴം തിരിച്ചറിയാനും അത് നമുക്കുണ്ടാകാനും ഒക്കെ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.